സൗജന്യമായ കുടിവെള്ളത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. നിങ്ങൾ ആലോചിക്കേണ്ടത് നമ്മുടെ രാജ്യം ലോക ആഗോള പട്ടിണി സൂചികയിൽ എത്രാം സ്ഥാനത്താണ്? ഇതൊന്നും CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റിയോ CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റിയോ ഇറക്കിയ റിപ്പോർട്ടുകളല്ല. അപ്പോൾ സാർവദേശീയ രംഗത്ത് വിവിധ ഏജൻസികൾ നടത്തിയിട്ടുള്ള പഠനത്തിൻ്റെ എല്ലാം ഭാഗമായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അങ്ങേയറ്റം ദയനീയമാണ്. പിന്നെ എങ്ങനെ നിങ്ങളെ കേരളത്തിലെ ജനങ്ങൾ പിന്തുണക്കും? ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെ പിന്തുണക്കും? ഇപ്പം സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ, അതുമായി ബന്ധപ്പെട്ട നിരക്കുകൾ പരിശോധിച്ചാൽ ഈ രാജ്യം ഒരുപാട് പിറകിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്തിട്ടില്ലേ? പിന്നെ നിങ്ങൾ വലിയ അഭിമാനത്തോടു കൂടി പറഞ്ഞു ഞങ്ങൾ പൗരത്വ ഭേദഗതി നിയമമൊക്കെ പാസ്സാക്കി, അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്നാണ്. നിങ്ങൾ കാണാതെ പോയൊരു കാര്യമുണ്ട്. ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമവും അതിൻ്റെ ചട്ടങ്ങളൊക്കെ നിലവിൽ വന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി സമരം നടത്തിയിട്ടുള്ള, പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ള നാട് ഏതെന്ന് ചോദിച്ചാൽ അത് ഈ കേരളമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ല കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾക്കെതിരായി ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ഭരണത്തിൽ കയറാൻ വേണ്ടി കഴിഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ തലങ്ങളിൽ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞു. പക്ഷേ കേരളത്തിൽ നിങ്ങളെ അടുപ്പിച്ചിട്ടില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു MLA അതുപോലും ഇല്ലാതായി. നിങ്ങളുടെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടായി. അതിന് താഴോട്ടല്ലാതെ ഈ പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ ഒരു കാരണവശാലും കൈപിടിക്കുന്ന ഒരു ഏജൻസി പറഞ്ഞത് കേരളത്തിലെ 40% ഹിന്ദുക്കൾ